ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവസന്നിധിയിൽ കർത്താവിന്റെ സുവിശേഷവുമായി നിൽക്കുവാൻ അടിയന് തന്ന ഈ ഭാഗ്യപദവിയെ ഓർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. ഇതിന് വഴിയും മുഖാന്തരവും ഒരുക്കിയ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാപത്തെയും സ്നേഹത്തെയും കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പത്രോസിന്റെ 4:8 പറയുന്നത്, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അത് വളരെ ഡീപ്പായിട്ട് എൻ്റെ മനസ്സിൽ സ്പർശിച്ച ഒരു വാക്യമാണ്. ഐഡൽ വർഷിപ്പിനെ അല്ലെങ്കിൽ വിഗ്രഹാരാധനയെ പറ്റിയൊക്കെ പറയുമ്പോൾ നാം ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മെ സൃഷ്ടിച്ച ദൈവത്തോടുള്ള സ്നേഹത്തിനെതിരായിട്ടുള്ള ഒരു പ്രക്രിയയാണ് വിഗ്രഹാരാധന. അതിനെ ഇംഗ്ലീഷിൽ ഐഡലേറ്ററി എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് വ്യഭിചാരം അല്ലെങ്കിൽ അഡൾട്ടറി. ഐഡലേറ്ററിക്കും അഡൾട്ടറിക്കും ഏകദേശം ഒരു സമാന സ്വഭാവമാണ്. നമുക്ക് വേണ്ടി ദൈവം തന്ന നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ വിട്ട് മറ്റൊരാളെ സ്നേഹിക്കുന്നതും, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ മറന്ന് അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നതും ഒരേ സ്വഭാവമാണ്. അത് പിശാചി ചെയ്യിക്കുന്ന കാര്യമാണെങ്കിലും നമുക്ക് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണ്. പല ദൈവങ്ങളെ വിളിച്ചാൽ ആരെങ്കിലുമൊക്കെ വിളി കേട്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടും എന്ന് അനേകർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക. എന്നാൽ അതിന് അധികാരമുള്ള ഒരേ ഒരാളെ ഉള്ളൂ, നമ്മുടെ സൃഷ്ടിതാവായ ദൈവം, പിതാവായ ദൈവം. ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ യഹോവയായ ദൈവം എന്ന് പറയും. ഈ യഹോവയായ ദൈവം ഞാനാകുന്നു എന്ന് പറയുന്നത്, there is no other person. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വ്യക്തമായിട്ട് ദൈവവചനത്തിലൂടെ നമ്മെ അറിയിച്ചിരിക്കുക. അപ്പൊ പിന്നെ നമ്മൾ അന്യദൈവങ്ങളെ ആരാധിക്കാൻ, അന്വേഷിക്കാൻ ഒന്നും മെനക്കെടേണ്ട കാര്യമില്ല. കാരണം നമ്മളെ സൃഷ്ടിച്ച ദൈവത്തോട് മാത്രമേ കടപ്പാടുള്ളൂ. ക്രിയേറ്റർ ഗോഡ് എന്ന് പറയുന്ന നമ്മുടെ യഹോവയായ ദൈവം. പുറപ്പാട് പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിൽ 10 കൽപ്പനയെ പറ്റി പറയുന്നു. 10 കൽപ്പനകൾ ഏതൊക്കെയാന്ന് പറയുന്നു. ഞാൻ അതിലെ എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല. പക്ഷെ പ്രധാനമായ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം അവിടെയും പറയുന്നത്, നിങ്ങൾ ഭൂമിയിലോ വെള്ളത്തിലോ സ്വർഗത്തിലോ ഉള്ള യാതൊന്നിന്റെയും വിഗ്രഹത്തെ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുതെന്നാണ്. ചിലര് പറയുന്നുണ്ട്, അത് രൂപമല്ലേ, മാതാവിന്റെ രൂപമല്ലേ, കർത്താവിന്റെ രൂപമല്ലേ, തോമാസ്ലിയുടെ രൂപമല്ലേ, അതിനെ ആരാധിക്കുന്നതിന് എന്താണ് തെറ്റ്? ക്ലിയർ കട്ടായിട്ട് ദൈവവചനത്തെ പറയുകയാണ്, യാതൊന്നിന്റെയും രൂപമോ പ്രതിമയോ ഉണ്ടാക്കരുത്, അതിനെ ആരാധിക്കുകയോ അതിന്റെ മുമ്പിൽ കുമ്പിടുകയോ ചെയ്യരുതെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കാൻ അനുവദിക്കാൻ പോലും പറ്റാത്ത, ചെയ്യരുതാത്ത ഒരു ചുമതല നമ്മളിലുണ്ട്. സ്വന്തം അപ്പൻ നിൽക്കുമ്പോൾ അന്യ വീട്ടിലെ ഒരാളെ അപ്പ അല്ലെ അച്ഛ എന്ന് വിളിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ പിതാവിന് പകരം മറ്റൊരു ദൈവത്തെ ആരാധിക്കുകയോ വിശ്വസിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. കേൾക്കുമ്പോൾ പലർക്കും അത് വിരസമായിട്ടോ ദേഷ്യമായിട്ടോ ഒക്കെ തോന്നാം. പക്ഷെ ഇതിനകത്തുള്ള പ്രധാന കാര്യം, അതിനകത്തുള്ള ആ വിഗ്രഹാരാധനയിലുള്ള ശാപം ആ വിഗ്രഹം ആരാധിക്കുന്നവർക്കും അവരുടെ തലമുറകൾക്കുമാണ് വരുന്നത്. വചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, 3ഉം 4ഉം തലമുറ വരെ നിന്നെ ശിക്ഷിക്കുമെന്ന് പറയുക. 3ഉം 4ഉം തലമുറ വരെ നിന്നെ ശിക്ഷിക്കുമെന്ന് പറയുമ്പോൾ, ഇന്ന് കർത്താവിലുള്ള ഞാൻ ഉൾപ്പെടെ അനേകർക്ക് അറിയാം, കർത്താവിൽ വന്ന ആദ്യത്തെ തലമുറയാണ് ഞാൻ. എനിക്ക് മുമ്പുള്ള ഒരു കത്തോലിക്കരായിരുന്നു. എനിക്ക് ശേഷമുള്ള എൻ്റെ കുഞ്ഞുങ്ങൾ
ദൈവത്തിന്റെ കരുണയാൽ അവർ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ഈ ലോകം വിട്ടു പോകുമ്പോൾ സമാധാനിക്കാവുന്ന വിഷയം അവർ കർത്താവിനെ അറിഞ്ഞു എന്നുള്ളതാണ്. മറ്റൊന്നും എത്ര കോടിക്കണക്കിന് ഡോളറുകൾ കൊടുക്കുന്നതിനേക്കാൾ വിലയേറിയൊരു ദാനമാണ് നമ്മുടെ തലമുറയെ ജീവൻ നൽകുന്ന സൃഷ്ടിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ആ ദൈവത്തെ ആരാധിക്കാൻ പഠിപ്പിക്കുകയും പരിചയിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരം. ആ ഉപകാരം മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, ആ ശാപം, വിഗ്രഹാരാധനയിൽ നിന്നുള്ള ശാപം മുറിഞ്ഞു പോവുക കൂടിയാണ് ചെയ്യുന്നത്, അടുത്ത തലമുറയിലേക്ക് പടരാത്തവണ്ണം. എങ്ങനെ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ശാപങ്ങൾ മുറിക്കാൻ വേണ്ടി, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടി ഒരാൾ യാഗമായി. അതാരാണ്? യേശു കർത്താവ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശില് കർത്താവായ യേശു ക്രൂശിൽ തൂങ്ങി മരിച്ച് തന്റെ രക്തം മുഴുവൻ ചിന്തിയത് റോമൻ പടയാളികളുടെ അധികാരം കൊണ്ട് മാത്രമല്ല, യഹൂദരുടെ അസൂയ കൊണ്ട് മാത്രമല്ല, മറിച്ച് ദൈവം നമ്മുടെ പാപങ്ങൾക്ക് കഴുകാൻ, നമുക്ക് വേണ്ടി യാഗമാകാൻ യേശു കർത്താവിനെ ഈ ഭൂമിയിൽ അയച്ചത് കൊണ്ട് മാത്രമാണ്. കർത്താവ് അങ്ങനെ ഒരു യാഗം ചെയ്തില്ല എങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിലെ പോലെ നമ്മൾ ഓരോ പാപത്തിനും ഓരോ മൃഗത്തെ മുറിച്ച് രക്തം ചിന്തി ദൈവസന്നിധിയിൽ കരഞ്ഞ് പാപങ്ങൾക്ക് മറുപടി ആയി ആ യാഗത്തെ സമർപ്പിക്കേണ്ടി വന്നേനെ. എന്നാൽ യേശു കർത്താവ് വൺസ് ആൻഡ് ഫോർ ഓൾ എന്നാണ് പറയുന്നത്. ഒരിക്കലായി നമുക്ക് വേണ്ടി ആ കുർബാന അർപ്പിച്ചു കഴിഞ്ഞു. ഈ കുർബാന കർത്താവായ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ക്രൂശിൽ രക്തം ചിന്തി മരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ അവസാനത്തെ വാക്യമാണ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം പൂർത്തിയായി. എന്തിനെ പറ്റിയാ പറയുന്നത്? തന്നിലൂടെ നടന്ന ആ കുർബാന, തന്നിലൂടെ നടന്ന ആ യാഗം, തന്നിലൂടെ നടന്ന ആ രക്തച്ചൊരിച്ചിൽ ലോക സന്തതികൾക്കെല്ലാം പാപപരിഹാരമായി, അല്ലെങ്കിൽ മനുഷ്യ ഗോത്രത്തിന്റെ പാപപരിഹാരമായി തന്റെ രക്തം പൂർണ്ണമായി ചിന്തി, ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ മനുഷ്യരാശിക്ക് വേണ്ടി ചിന്തിയതോടെയാണ് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞു. അങ്ങനെ മറ്റാർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല, മറ്റൊരു ദൈവത്തിനും പറയാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി യാഗമായി എന്ന് മറ്റാർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം യാഗമായവൻ ഒരേ ഒരാളേ ഉള്ളൂ, കർത്താവായ യേശു മാത്രം. സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ പിതാവായ ദൈവത്തിന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് യേശു കർത്താവ് മൺശരീരത്തിൽ വന്നത്. എന്തുകൊണ്ടാണ് മൺശരീരത്തിൽ വന്നത്? നമ്മളോടൊപ്പം ജീവിച്ച് നമ്മൾക്ക് വഴികാട്ടിയായി നമ്മളെ കർത്താവിന്റെ ദൈവത്തിന്റെ പ്ലാനുകളെ അറിയിക്കുവാൻ, പഠിപ്പിക്കുവാനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ച്, ഒരു മരയാശാരിയുടെ മകനായി ജനിച്ച് ഈ ഭൂമിയിൽ വളർന്ന് ഈ ഭൂമിയിലെ മനുഷ്യരുമായി ഇടപെട്ട് അവരുടെ ഇടയിൽ അത്ഭുതങ്ങളെ ചെയ്ത് അവരെ സൗഖ്യമാക്കി, അവരോട് ദൈവത്തിന്റെ വചനം പറഞ്ഞ് അവർക്ക് ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശത്തെ കൊടുത്ത ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശു കർത്താവ്. ആ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് മൺശരീരത്തിൽ വന്നതുകൊണ്ടാണ് മൺശരീരത്തിലുള്ള നമ്മെപ്പോലെ മരിക്കുവാനും പിന്നീട് ഉയർത്തെഴുന്നേൽക്കുവാനും ഒക്കെ കഴിഞ്ഞത്. നാം എല്ലാം പാപ ജഡത്തിൽ നിന്നും ജനിച്ചവരാണ്, പാപത്തിലൂടെയാണ് നാം ജനിച്ചത്. പാപ സ്വഭാവം നമ്മളുടെ ഓരോ സെക്കൻഡിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, സംസാരങ്ങളിൽ എല്ലാം പാപമുണ്ട്. എന്നാൽ ആ പാപത്തെ കഴുകിക്കളയുവാൻ വേണ്ടിയാണ്
കർത്താവായ യേശു കാൽവരി ക്രൂശിൽ തൂങ്ങി മരിച്ചത്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. നമ്മുടെ ശാപങ്ങൾ ക്രൂശിൽ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത ദൈവപുത്രനായ യേശു കാൽവരി ക്രൂശിൽ ആ യാഗം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് അറുതി വന്നു. നമ്മുടെ പാപങ്ങൾ ആ രക്തത്തിൽ കഴുകപ്പെട്ടു. പക്ഷെ നാം അത് വിശ്വസിക്കണം. എന്താണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ? കർത്താവിന്റെ മകനാകാൻ, ദൈവ മകനാകാൻ യേശു കർത്താവിന്റെ ഈ മരണപുനരുത്ഥാനത്തെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും നാവ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ മാത്രമേ നാം യഥാർത്ഥത്തിൽ രക്ഷ എന്ന അനുഭവത്തിലേക്ക് വരുന്നുള്ളൂ. ഇതെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാവ് കൊണ്ട് തന്നെ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശു കർത്താവെ എന്റെ ഹൃദയത്തിൽ വരേണമേ എന്ന് നമ്മുടെ നാവ് കൊണ്ട് തന്നെ പറയണം. അതിനു മുമ്പ് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി മാപ്പ് പറഞ്ഞാൽ മാത്രമേ യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ പറ്റത്തുള്ളൂ. എന്റെ വിഷയം ഇത് മാത്രമേ ഉള്ളൂ. ഈ അന്ത്യകാലഘട്ടം എന്ന് പറയുമ്പോൾ അന്ത്യകാലഘട്ടത്തിൽ എന്തൊക്കെ നടക്കണമോ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. യുദ്ധങ്ങളും കലാപങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അതുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം മനുഷ്യർ ദൈവത്തെ വിട്ടിട്ട് സ്വാർത്ഥതയുള്ളവരായി പരസ്പരം വിദ്വേഷത്തിലും ശത്രുതയിലും ജീവിക്കുന്ന ഒരു കാലഘട്ടം. രാജ്യം രാജ്യത്തോട് എതിർക്കും, മനുഷ്യർ മനുഷ്യരോട് എതിർക്കും, ജാതികൾ ജാതികളോട് എതിർക്കും എന്നെല്ലാം ദൈവവചനത്തിൽ പറയുന്ന അതേ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എപ്പോൾ കർത്താവ് വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവ് വരുന്നതിന് മുമ്പ് നാം നമ്മെ തന്നെ ആ പുണ്യാഹ രക്തത്തിൽ, ഏത് രക്തത്തിൽ? കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ശരീരം യാഗമായി കൊടുത്ത ക്രിസ്തുനാഥന്റെ ആ ചിന്തിയ രക്തത്തിൽ നമ്മെ കഴുകിയാൽ മാത്രമേ നമുക്ക് യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പറയുവാനുള്ള, അല്ല നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം, ഒരു പ്രത്യാശ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, മിത്രങ്ങളെ, മറ്റൊരാൾക്ക് വേണ്ടിയല്ല നാം കർത്താവിനെ സ്വീകരിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ്. ഞാൻ ഒരു കാലഘട്ടത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഗൾഫിൽ പോകണമെന്ന്. എനിക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ ബഹ്റൈനിൽ ഒരു ജോലിക്ക് പോവുകയുണ്ടായി. അതൊരു 40 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ജോലി കിട്ടിയത് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും മാത്രമല്ല, എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ഒക്കെ കേട്ടിട്ടാണ് ദൈവം അങ്ങനെ ഒരു അവസരം തന്നത്. ആ അവസരം ഉണ്ടായപ്പോൾ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അവർ ഫ്രീ ആയിട്ട് തന്നു. ഞാൻ പോയില്ലായിരുന്നുവെങ്കിൽ, അതിനുശേഷം അമേരിക്കയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നത്തെ ഞാൻ ആകത്തില്ല. കാരണം ഞാൻ സ്വയം ഒരു തീരുമാനമെടുത്തു. എനിക്ക് വിദേശ രാജ്യത്ത് ജോലി വേണം എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ബഹ്റൈനിൽ പോകാൻ പറ്റി, ഈ രാജ്യത്ത് വരാൻ പറ്റി. അതോടൊപ്പം ഈ രാജ്യത്ത് കഴിഞ്ഞ് കർത്താവിനെ അറിയുവാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ കാര്യം. പറഞ്ഞതിന്റെ ചുരുക്കത്രേ ഉള്ളൂ. നമ്മളൊന്ന് വിശ്വസിച്ചാൽ, നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ, നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ വിദേശത്തേക്ക് പോകുന്ന കാര്യമല്ല, അമേരിക്കയിലേക്ക് പോകുന്ന കാര്യമല്ല, കർത്താവിലേക്ക് പോകുന്നതിനുള്ള കാര്യമാണ് പറയുന്നത്. കർത്താവിലേക്ക് പോകണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കണം, ഞാൻ തീരുമാനമെടുക്കണം, അതിനുവേണ്ട വിസ വേണം. ആ വിസയാണ് യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഇല്ല, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ ഞായറാഴ്ചയും കുർബാന കാണുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുമായിരിക്കാം. ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ആ കുർബാന 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നാം ചെയ്യുന്നത് അതിന്റെ ഓർമ്മയാചരിക്കുക മാത്രമാണ്. ഒരു മതത്തെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ നമ്മള് ഈ ആർഗ്യുമെന്റ് ഒക്കെ ചെയ്യുന്ന ഈ സമയത്തും നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം, നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടിതാവായ പിതാവിന്റെ കൽപ്പന, പിതാവായ ദൈവത്തിന്റെ കൽപ്പന, അതോടൊപ്പം പുത്രൻ ഈ ലോകത്ത് നിന്നും തിരിച്ച് സ്വർഗത്തിലേക്ക് പോയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങളിൽ, നിങ്ങൾ ഭൂലോകം മുഴുവൻ സഞ്ചരിച്ച്
ഈ സുവിശേഷം പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുകയും ചെയ്യുവിൻ. വിശ്വസിക്കുക എന്നുള്ളതാണ് സ്നാനത്തിന്റെ ക്വാളിഫിക്കേഷൻ. കർത്താവായ യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തെ സ്വീകരിച്ച് നാവ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ, അതിനു മുമ്പ് സ്വയം പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലും മാനസാന്തരപ്പെടുമ്പോൾ മാത്രമാണ് നാം ദൈവമകൻ എന്നുള്ളൊരു സ്റ്റാറ്റസിലേക്ക് വരുന്നത്. സ്നാനത്തിലൂടെ, ആ സ്നാന പ്രക്രിയ ചെയ്യുന്നതിലൂടെ നാം പിതാവിന്റെ സന്നിധിയിൽ നമ്മൾ ഒരുമനപ്പെടുകയാണ്. നമ്മൾ പിതാവിന്റെ ആഗ്രഹത്തിന് വഴങ്ങുകയാണ്, പിതാവിന്റെ ഇച്ഛയ്ക്ക് വഴങ്ങുകയാണ്, പിതാവിന്റെ കൽപ്പനയ്ക്ക് വഴങ്ങുകയാണ്. നമ്മൾ നമ്മളെ തന്നെ ഈ സമയം പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മാനസാന്തരമാണ്. എന്റെ മാനസാന്തരം എനിക്ക് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റത്തില്ല, എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഓരോരുത്തർക്കും അങ്ങനെയാണ്. മാനസാന്തരം എന്നത് സ്വയം ചെയ്യേണ്ട കാര്യമാണ്. പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധി, കർത്താവേ ഞാൻ പാപം ചെയ്തു, പാപങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിച്ച് പറയുമ്പോൾ കരുണാമയനായ നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരും. അതോടൊപ്പം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് ആ കർത്താവിനെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിക്കണം. നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക, ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക, നമ്മുടെ ഹൃദയത്തിലേക്ക് വിളിച്ചു വരുത്തുക. കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്നെ യേശു കർത്താവിന്റെ ആ പുണ്യാഹ രക്തത്തിൽ കഴുകണമേ എന്ന് നാം പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായി കഴുകപ്പെടുകയും നമ്മുടെ ഹൃദയത്തിൽ വന്ന് യേശു നമ്മളിൽ വസിക്കുകയും ചെയ്യും. അങ്ങനെ ആ യേശുവിന്റെ വാസം നമ്മളിൽ വരുമ്പോൾ നമ്മളെ ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകൾ എന്ന ക്വാളിഫിക്കേഷനിൽ നമ്മൾ അർഹരായിത്തീരും. ആ ഒരു സ്റ്റാറ്റസിൽ എത്തുന്നത് വരെ നമുക്കൊരിക്കലും സ്വർഗരാജ്യത്തിലേക്ക് പോകാം എന്ന് വ്യാമോഹിച്ചിട്ട് കാര്യമില്ല. ആഗ്രഹം നല്ലതാണ്, പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി നാം മാനസാന്തരപ്പെടണം, പാപങ്ങളെല്ലാം ഏറ്റുപറയണം. രണ്ടാമതായിട്ട് ക്രിസ്തുവിനെ, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. മൂന്നാമതായിട്ട് പൂർണ്ണമായ ജലത്തിൽ സ്നാനപ്പെട്ട് കർത്താവിന്റെ വചനത്തിന് നിവൃത്തി വരുത്തണം. അപ്പോൾ നാം ദൈവസന്നിധിയിൽ ദൈവ ഇഷ്ടപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കുക മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, യേശുവിന്റെ ആത്മാവ് നമ്മളെ ദൈനംദിനം നടത്തും, നമ്മളെ കൈപിടിച്ച് നടത്തും. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല എന്നുള്ള ദൈവത്തിന്റെ വചനം അന്വർത്ഥമായി തീരുന്നത് ആ മാനസാന്തരത്തിന് ശേഷമാണ്, ആ ദൈവസന്നിധിയിലുള്ള സമർപ്പണത്തിന് ശേഷമാണ്, യേശു നമ്മളിൽ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് വാക്യങ്ങൾ ഏറ്റു പറഞ്ഞത് നല്ലതാണ്, പക്ഷെ അതിന്റെ ഒരു പ്രവൃത്തി, അതിന്റെ ഒരു റിസൾട്ട് വരണമെങ്കിൽ കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കണം. കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ കർത്താവിനെ നമ്മൾ വിളിച്ച് സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുത്തണം. അങ്ങനെ കർത്താവിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഓരോ ഡിക്രിയും അത് ദൈവസന്നിധിയിലെത്തും. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിലിറക്കില്ല. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.